ചെറുപ്പത്തിൽ സ്കൂളിൽ ചേരാൻ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഒരു കോളമുണ്ട്. നീ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, അതേ മുസ്ലിമാണോ? അന്നത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു മതിലിന് പണി തുടങ്ങിയായിരുന്നു. ഓഗസ്റ്റ് 13, 2018. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി. പക്ഷെ എനിക്ക് ചുറ്റും അല്പം വെള്ളം ഉയരാൻ തുടങ്ങി. എന്നാൽ മഴയുടെ മട്ട് മാറിയെന്ന് മനസ്സിലാക്കി ഞാൻ പേടിച്ചോടി വീട്ടിൽ കയറി. പക്ഷെ അവന് വിടാൻ പാവില്ലായിരുന്നു. വീട് വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. ഒരു വഴിയില്ലാതെ ഞാനോടി മുകളിലേക്ക് കയറി. മഴയുടെ ശക്തി കൂടി വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തുനിന്നു. പിന്നെ അവിടെ കേട്ട ആ ശബ്ദം ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിലായോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ഒരു പകരാളി തീരം ഇടിയുകളിൽ ചാത്തായി മഴ മഞ്ചാടി പോകത്താം. ഒരു പകരാളി തീരം ഇടിയുകളിൽ ചാത്തായി മഴ മഞ്ചാടി പോകത്താം. എന്റെ നേരെ നീണ്ട കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ അല്ല, ഇടതന്റെയോ വലതന്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല. മറിച്ച് മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വെളുത്താണോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. ചേർത്ത് പിടിച്ചോടുമ്പോൾ സ്വന്തം അമ്മ ചേർത്ത് പിടിക്കുന്ന ഒരു കരുതലുണ്ടായിരുന്നു. ആശ്വാസത്തിൽ കണ്ണു നിറഞ്ഞൊഴിയോണ്ട് നിങ്ങളുടെ മുഖങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷെ ആ മനസ്സോർമ്മയുണ്ട്. കുത്തിയൊലിക്കുന്ന വെള്ളത്തിലേക്ക് സ്വന്തം ജീവനെ പറ്റി പോലും ചിന്തിക്കാതെ എടുത്തു ചാടി നനഞ്ഞു വിറയ്ക്കുന്ന ഞങ്ങളെ ചേർത്ത് വെച്ച, ഞങ്ങൾക്ക് മരുന്ന് തന്ന, ഞങ്ങൾക്ക് വെളിച്ചം തന്ന, ഞങ്ങൾക്ക് ഉണ്ണാനും കൊടുക്കാനും ഉറങ്ങാനും ഇടം തന്ന ആ വലിയ മനസ്സ്. നന്ദി പറയാൻ ഇനിയുണ്ട്. അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5 സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊല്ലുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയെ മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ടു മടക്കി കുത്തി മണ്ണിലിറങ്ങി മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്,
ഒപ്പം നെഞ്ചുവരിച്ചു നിന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSEBിക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ച് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ആ മതിൽ പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല.